നമുക്ക് ഡാൻസ് കളിച്ചാലോ? ശരി, നിങ്ങക്ക് പരീക്ഷയ്ക്ക് എത്രയും മാർക്കെന്നറിയോ? നിങ്ങക്ക് ഇവര് പരീക്ഷിക്കുന്നതേ വാടി മോളെ മോളെ നീ കൊടുക്ക ഒന്നിങ്ങോട്ട് വന്നേ. എന്താണ് മോള് ഭയങ്കര കരച്ചിലാ. എന്താ മോളെ? എന്തിനാ കരയുന്ന? എന്താ കാര്യം പറയേ. എന്താണ് അമ്മ വഴക്ക് പറഞ്ഞ? എന്തിനാ വഴക്ക് പറഞ്ഞു? എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞു? പറയേ, എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞത്? ഈ പാട്ടും ഡാൻസും പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ നമ്മള് കുറച്ചു നാളത്തേക്ക് പാട്ടും ഡാൻസും ഒക്കെ നിർത്തിവെക്കുക. നന്നായി പഠിച്ചാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. ഇങ്ങോട്ട് നോക്കിയ അമ്മേനെ നോക്കിയ മോള് എന്തിനാ പറയുന്നത്? വഴക്ക് പറയണ്ട് നന്നാവാൻ വേണ്ടിട്ടല്ലേ പറയണത്. എന്താ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു? കുറച്ച് നാളായി നിന്നെ ശ്രദ്ധിക്കുന്നു. ഭക്ഷണം വേണ്ട, ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മോള് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമവും, അവള് ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നിനും ഒരു താല്പര്യം ഇല്ല അവൾക്ക്. നമുക്ക് അവളൊരു ഡോക്ടറെ കാണിച്ചാലോ? പോണോ? ആ പോവാം. അപ്പോഴേ നിങ്ങളെ മോൾക്ക് യാതൊരു കുഴപ്പമില്ല. മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ, അതാണ് എൻ്റെ ഒരു നോട്ടത്തിൽ കാണുന്നത്. കുട്ടികളെ കൂട്ടുകാരികളുടെ അടുത്തേക്കൊക്കെ വിടണം. കുറച്ച് പാട്ടും കുറച്ച് നൃത്തവും കുറച്ച് നാടകവും. ചിത്രം വരയ്ക്കുമോ മോള്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ കുട്ടിക്ക് മാനസികമായിട്ട് സന്തോഷം വരുമ്പോഴാണ് പഠിക്കാൻ തോന്നുന്നത്. അല്ലാതെ പഠിപ്പ് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് യാതൊരു സന്തോഷം കൊടുക്കാതെ പഠിപ്പ് മാത്രമായി കഴിഞ്ഞാൽ കുട്ടികൾ ഡൗൺ ആയി പോകും. അതൊന്നും നിങ്ങൾ തിരിച്ചറിയണം പാരന്റ്സ്. അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ശരിയായിക്കോളും. ഒരു കുഴപ്പമില്ല മോൾക്ക് കേട്ടോ.